നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നതിന് വേണ്ടി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ചില ആളുകളൊക്കെ പറയാറുണ്ട് തേർഡ് പാർട്ടി ആപ്പിനകത്ത് ഫോട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചു, പിന്നെ ആ ആപ്പ് അറിയാതെ അൺഇൻസ്റ്റാൾ ആയിപ്പോയി, ആ ഫയലുകൾ നമുക്കിങ്ങനെ തിരിച്ചെടുക്കാമെന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്പും ഇല്ലാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങളുടെ ഫോട്ടോ വീഡിയോ ഒളിപ്പിക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെടുത്താലും അവർക്ക് നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് ഒളിപ്പിച്ച് വെക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് ഒളിപ്പിച്ച് വെക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണിൽ ഫയൽ മാനേജർ ഉണ്ടാകും. ഇല്ലെങ്കിൽ ഫയൽ മാനേജറിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫയൽ മാനേജർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫയൽ മാനേജർ തന്നെയാണ്. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ വലത്ത് ഭാഗത്ത് 3 ഡോട്ട് കാണും. ചില മൊബൈൽ ഫോണിൽ ചില ഫയൽ മാനേജറിൽ ഇടത്ത് ഭാഗത്ത് 3 ലൈൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഫയൽ മാനേജറിൻ്റെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. ഞാനിവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്രിയേറ്റ് ഫോൾഡർ എന്ന് കാണും. നമ്മുടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഫോട്ടോ ആൻഡ് വീഡിയോ എന്നുള്ള പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും, ഫോട്ടോ ആൻഡ് വീഡിയോ എന്നുള്ളത്. അപ്പം ഞാൻ അതിനകത്തേക്ക് ഏതൊക്കെ ഫോട്ടോസാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ വീഡിയോസാണ് എനിക്ക് വേണ്ടതെങ്കിൽ ഞാൻ അതിലേക്ക് ആദ്യം സെൻഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിന് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുകയാണ്. ആ ഫോട്ടോ ഞാൻ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തു. താഴെ കാണുന്ന ഭാഗത്ത് മൂവ് ഓപ്ഷൻ ഉണ്ട്. ഇൻറ്റേർണൽ ഷെയർ സ്റ്റോറേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ ഫോൾഡർ ഇവിടെ ഉണ്ടാകും. ഇവിടെ കാണാം ഫോട്ടോ ആൻഡ് വീഡിയോ എന്നുള്ള ഫോൾഡർ. ഞാൻ അതിനെ ക്ലിക്ക് ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ആ ഫോട്ടോ ഇവിടെ വന്നു. ഇനി ഞാൻ കാണിച്ചതിന് വേണ്ടി ഒരു വീഡിയോ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താണ്. ഞാനൊരു വീഡിയോ ഇതുപോലെ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് മൂവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇൻറ്റേർണൽ സ്റ്റോറേജിലേക്ക് മാറ്റി ഇവിടെ നമ്മുടെ ഫോൾഡറിലേക്ക് മാറ്റുക. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഫോട്ടോ വീഡിയോ മാറ്റാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ മാറ്റുക. ഇനി മാറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ എവിടെയാണോ ഫോട്ടോ വീഡിയോ ഉള്ളതെങ്കിൽ അവിടെ വെച്ചോടെ ഇനി പറയുന്ന കാര്യം അതുപോലെ ചെയ്താൽ മതി. ഞാനിവിടെ പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ആ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ഫോട്ടോയും ഒരു വീഡിയോയും കാണാൻ സാധിക്കും. ഫോട്ടോ വീഡിയോ നമ്മുടെ ഗാലറിയിൽ തപ്പിയാൽ ആർക്കും കാണാൻ സാധിക്കും. ഇനി ഇത് കാണാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഫോട്ടോ ലോങ് പ്രസ് ചെയ്തപ്പോൾ താഴെ കാണുന്ന ഭാഗത്ത് മോർ എന്നുള്ള ഓപ്ഷൻ കാണും. ചില മൊബൈൽ ഫോണിൽ മുകളിലായിരിക്കും കാണാൻ സാധിക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റീനെയിം എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഇതിനകത്തൊരു പേരുണ്ട്. ഇനി പറയുന്ന കാര്യം അതുപോലെ ടൈപ്പ് ചെയ്യുക. നമ്മൾ ഈ റീനെയിമിൻ്റെ ആദ്യത്തിലുള്ള JPG എന്ന് കാണുന്നത്, അത് ഫോട്ടോക്ക് JPG എന്ന് കാണുന്നത് നേരെ ആ 3 അക്ഷരം ഡിലീറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഡോട്ട് ഡിലീറ്റ് ചെയ്യരുത്. ആ 3 അക്ഷരം ഡിലീറ്റ് ചെയ്തതിനു ശേഷം DOC എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ശേഷം ഇവിടെ ഒരു ബോക്സ് വരും, അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ആ ഫോട്ടോ വേറൊരു ഫോർമാറ്റിലേക്ക് മാറിയത് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് വീഡിയോസിൻ്റെ ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യുക, മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റീനെയിമിൽ ആദ്യം കാണുന്ന MP4 എന്നുള്ളത് മാറ്റി DOC എന്ന് ആക്കി കൊടുത്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ബോക്സ് വരും, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 ഫോൾഡർ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയാണ് കാണാം. നമുക്കിത് ഫോട്ടോസാണോ വീഡിയോസാണോ എന്ന് അറിയില്ല. ഇത് ഓപ്പൺ ചെയ്യുന്ന ആൾക്ക് ഇത് വീഡിയോസും ഫോട്ടോസും കാണാൻ സാധിക്കുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഫോട്ടോ ഇനി എപ്പോഴെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, റീനെയിം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യത്തിൽ കൊടുത്ത DOC എന്നുള്ള ഡിലീറ്റ് ആക്കിയിട്ട് JPG എന്നാക്കി കൊടുക്കുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ബോക്സിലും ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് ആ ഫോട്ടോ അവിടെ തിരിച്ചു വന്നു. വീഡിയോസും അതുപോലെ തന്നെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. റീനെയിം ഭാഗത്ത് നമ്മൾ DOC എന്നാക്കിയത് നേരെ MP4 എന്നാക്കി കൊടുക്കുക. MP4 എന്നാക്കി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ബോക്സിലും ഓക്കെ കൊടുത്താൽ ആ വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഫോട്ടോയും വീഡിയോയും നമുക്ക് ഒരു ആപ്പുമില്ലാതെ മറ്റൊരു ഫോർമാറ്റിലേക്ക് മാറ്റി അതാർക്കും ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുകയും ആവശ്യമാകുമ്പോൾ പേര് മാറ്റിയിട്ട് ആ വീഡിയോസും ഫോട്ടോസും ഇവിടെ വെച്ച് കാണാൻ സാധിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.